കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷനിൽ അഥവാ സിവിൽ സർവീസ് രംഗത്തൊക്കെ ഉന്നത വിജയം നേടിയ ആളുകൾ സദസ്സുമായി ഇൻട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനിൽ, സിവിൽ സർവീസ് രംഗം എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ അല്ലേ? IAS, IPS പോലെയുള്ള വലിയ ഉദ്യോഗങ്ങളിലെത്തിയ ആളുകളെയാണ് നമ്മൾ ആ രൂപത്തിൽ പറയാറുള്ളത്. അങ്ങനെ ഈ സിവിൽ സർവീസ് രംഗത്ത് ഉന്നത വിജയം നേടിയ ആളുകളൊക്കെ ഇങ്ങനെ അവരോടൊക്കെ സദസ്സിലുള്ള ഒരുപാട് പേര്, വലിയ വലിയ ആളുകളൊക്കെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രംഗത്തെത്താൻ എത്രത്തോളം പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയത്ത് ആ സദസ്സിൽ നിന്ന് ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മളെപ്പോലെയുള്ള ഒരു കൊച്ചു കൂട്ടുകാരി, ഒരു പെൺകുട്ടി പെട്ടെന്ന് എണീറ്റ് വന്നിട്ട് ചോദിച്ചു, അല്ല, ഇവിടെ വലിയ വലിയ ആളുകളൊക്കെ ചോദിച്ചതും അതിന് നിങ്ങൾ മറുപടി പറഞ്ഞതും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്ന നിലക്ക് ഈ സിവിൽ സർവീസ് രംഗത്തൊക്കെ എത്താൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ആ കൂട്ടുകാരി വളരെ തൻ്റെ ഇടത്തോടു കൂടി ചോദിക്കുന്ന ഒരു സാഹചര്യം സദസ്സിലൊക്കെ ചിരിയുണ്ടാക്കി. ആ സമയത്ത് വേദിയിൽ നിന്ന് ഈ രംഗത്തൊക്കെ ഉന്നത വിജയം നേടിയ ആളുകൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ കൂട്ടുകാർക്ക്? മറുപടി എന്താ വെച്ചാൽ, നിങ്ങളെപ്പോലെയുള്ള കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഒന്ന് നന്നായി പത്രം വായിക്കുക, പിന്നെ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും നന്നായി പഠിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നന്നായി പത്രം വായിക്കുക എന്നാണ് അവർക്ക് കൊടുത്ത ഉപദേശം. ഈ ഉപദേശം നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എത്രമാത്രം കൂട്ടുകാരെ പത്രവായനയിൽ ശ്രദ്ധിക്കാറുണ്ട്? എല്ലാ ദിവസവും നമ്മൾ പത്രം വായിക്കാറുണ്ടോ? പത്രം വായിച്ചാൽ നമുക്ക് എന്തൊക്കെ മെച്ചങ്ങളാണ് കിട്ടുക? ഏറ്റവും പ്രധാനമായി നമ്മുടെ ഒരു പൊതുവിജ്ഞാനം, നമ്മുടെ ഈ സമൂഹത്തെക്കുറിച്ച്, നാടിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അറിവ് നമുക്ക് കിട്ടും അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിലൊക്കെ നടക്കുന്ന ക്വിസ് മത്സരങ്ങളിലും മറ്റുമൊക്കെ നമുക്കൊരുപാട് മുന്നേറാൻ സാധിക്കും. അതിലൊക്കെ പലപ്പോഴും കൂടുതലായി വരുന്നത് ഇത്തരത്തിൽ പത്രത്തിലൊക്കെ വരുന്ന ചോദ്യങ്ങളാണ് അല്ലേ? അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഉദ്യോഗങ്ങളിലൊക്കെ എത്താൻ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച സിവിൽ സർവീസ് പോലുള്ള വലിയ ഉന്നതങ്ങളിലെത്താൻ നമ്മെ സഹായിക്കും ഈ പത്രവായന. അതോടൊപ്പം തന്നെ നമ്മുടെ ഭാഷ, മലയാള ഭാഷ അത് മെച്ചപ്പെടുത്താൻ, അതിൽ നല്ല വാക്കുകൾ ഉപയോഗിക്കാനും അത്തരത്തിൽ നമ്മുടെ ഭാഷ മെച്ചപ്പെടുത്താൻ പത്രവായന നമ്മളെ വളരെയേറെ സഹായിക്കും. അതുകൊണ്ട് പത്രവായന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും ഒരല്പസമയം പത്രം വായിക്കാൻ വേണ്ടി നമ്മൾ നീക്കി വെക്കണം. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, പത്രവായന എന്നത് ഒരിക്കലും സ്പോർട്സ് പേജ് മാത്രം നോക്കുന്ന അവസ്ഥയല്ല കേട്ടോ. വളരെ കുറച്ച് ചില കൂട്ടുകാർക്ക് മാത്രമുള്ളൊരു സ്വഭാവമാണ് പത്രം തുറന്നാൽ നേരെ സ്പോർട്സ് പേജ് മാത്രം നോക്കി കാര്യങ്ങൾ നീക്കി വെക്കുന്നൊരവസ്ഥ. അതുകൊണ്ട് പത്രവായന എന്നത് എല്ലാ പേജും, എല്ലാ വാർത്തകളും, പ്രത്യേകിച്ചും രാജ്യത്തെ സംബന്ധിച്ച മറ്റു വാർത്തകളൊക്കെ നന്നായി വായിക്കുക. അത്തരത്തിൽ നല്ല കൂട്ടുകാരാവാൻ, നല്ല പൊതുവിജ്ഞാനമുള്ള ക്വിസ് മത്സരങ്ങളിലും മറ്റു മേഖലകളിലുമൊക്കെ മുന്നേറുന്ന നല്ല കൂട്ടുകാരാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മധുവൂറും തേൻമൊഴി, അലിവിൻ്റെ നേർവഴി, അതിരില്ല സന്തോഷത്തിൻ അറിവേകും തേൻമൊഴി. തേൻമൊഴി നന്മയുടെ